ഹായ് ഓൾ, എല്ലാവർക്കും LDC 100 ഡേയ്സ് ക്രാഷ് കോഴ്സിലേക്ക് സ്വാഗതം. ഐ എം ലക്ഷ്മി TS. അപ്പോൾ ഇന്ന് നമ്മൾ കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആണ് നോക്കാനായിട്ട് പോകുന്നത്. കൺസ്യൂമർ പ്രൊട്ടക്ഷന്റെ ഒന്നാമത്തെ ഭാഗം നിങ്ങൾ പഠിച്ചിട്ടുണ്ടെന്ന് കരുതുന്നു. ഇനി കണ്ടിട്ടില്ലാത്തവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ നമ്മളുടെ LDC 100 ഡേയ്സ് ക്രാഷ് കോഴ്സ് എന്ന് പറയുന്ന പ്ലേലിസ്റ്റ് ഉണ്ട്. പ്ലേലിസ്റ്റിൽ ഈ ഒരു ടോപ്പിക് അവൈലബിൾ ആണ്. ഓക്കെ, അപ്പോ നമുക്ക് നോക്കാം രണ്ടാമത്തെ ഭാഗം. ഓക്കെ, അപ്പൊ ഇവിടെ രണ്ടാമത്തെ ഭാഗത്തിലേക്ക് വരുമ്പോൾ നമ്മൾ അടുത്ത ഒരു അതോറിറ്റിയെ പറ്റി അല്ലെങ്കിൽ അടുത്ത ഒരു ഓർഗനൈസേഷനെ പറ്റിയിട്ടാണ് പഠിക്കാനായിട്ട് പോകുന്നത്. ആദ്യത്തെ ഓർഗനൈസേഷൻ, അതായത് തൊട്ട് മുമ്പത്തെ ക്ലാസ്സിൽ നമ്മൾ ഒരു ഓർഗനൈസേഷനെ പറ്റി പഠിച്ചായിരുന്നു. ഈ ഒരു നിയമപ്രകാരം രൂപീകരിച്ച ഒരു സമിതിയെ പറ്റിയിട്ടാണ് പഠിച്ചത്. അതായത് ഒരു കൗൺസിലിനെ പറ്റിയിട്ടായിരുന്നു പഠിച്ചത് അല്ലെ. അത് ജസ്റ്റ് എന്തായിരുന്നു, അഡ്വൈസറി കൗൺസിൽ മാത്രമായിരുന്നു. അത് കേന്ദ്ര തലത്തിലും സംസ്ഥാന തലത്തിലും അതുപോലെ തന്നെ ജില്ലാ തലത്തിലുമുള്ള കൗൺസിൽ ആണെന്ന് പറഞ്ഞു. അവർക്ക് ഉപദേശ സമിതി എന്നുള്ള രീതിയിലാണ് അത് പ്രവർത്തിക്കുന്നതെന്നും പറഞ്ഞു. ഇനി നമ്മൾ അടുത്ത ഭാഗത്തിൽ നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് അതോറിറ്റിയെ പറ്റിയിട്ടാണ്. ഈ കൗൺസിൽ, അതോറിറ്റി, കമ്മീഷൻ തമ്മിൽ മാറിപ്പോകാതെ പഠിച്ചു വെച്ചിരിക്കുക. കൗൺസിൽ എന്ന് കേട്ടാൽ അല്ലെങ്കിൽ സമിതി എന്ന് കേട്ടാൽ അത് എന്താണ്, അഡ്വൈസറി, ഉപദേശക സമിതിയാണ് അഥവാ അഡ്വൈസറി കൗൺസിൽ ആണ്. അതോറിറ്റി എന്ന് കേട്ടാൽ സെപ്പറേറ്റ് ആയിട്ട് കേന്ദ്ര തലത്തിലുള്ള ഒരു സ്ഥാപനമാണ്. ഓക്കെ, അപ്പൊ എന്തിനു വേണ്ടിയിട്ടാണ് അത് രൂപീകരിച്ചത് എന്നുള്ള കാര്യമെല്ലാം നമുക്ക് നോക്കാം. അപ്പൊ നമ്മൾ അടുത്തതായിട്ട് നോക്കുന്ന എന്താണ്, CCPA പറ്റിയിട്ട് പഠിക്കാനായിട്ട് പോവുകയാണ്. CCPA എന്താണ്? CCPA സെൻട്രൽ കൺസ്യൂമർ പ്രൊട്ടക്ഷൻ അതോറിറ്റി ആണ് നമ്മൾ CCPA എന്ന് പറയുന്നത്. സെൻട്രൽ കൺസ്യൂമർ പ്രൊട്ടക്ഷൻ അതോറിറ്റി എങ്ങനെയാ പറയുന്നത്? CCPA എന്നാണ് പറയുന്നത്. ഓക്കെ, അതിന് മലയാളത്തിൽ എങ്ങനെ പറയാം? കേന്ദ്ര ഉപഭോക്തൃ സംരക്ഷണ അതോറിറ്റി എന്ന് പറയാം. ഓക്കെ, അപ്പൊ ആ പേര് പഠിച്ചു വെച്ചിരിക്കുക. അതോറിറ്റി, അതോറിറ്റി കണ്ടു കഴിഞ്ഞാൽ കേന്ദ്ര തലത്തിൽ ഒറ്റ ഒരു അതോറിറ്റി മാത്രമേ ഉള്ളൂ. സംസ്ഥാനത്തും ജില്ലകളിലും ഒന്നും ഈ ഒരു സ്ഥാപനത്തിന്റെ ബ്രാഞ്ചസ് ഒന്നും തന്നെ ഇല്ല. ഓക്കെ, മനസ്സിലായോ? എങ്കിൽ ഇതിനെ പറ്റി പറയുന്ന CCPA എന്നായിരിക്കും ഞാൻ ഇനി അങ്ങോട്ട് പറയുന്നത്. അപ്പൊ അത് ഈ ഒരു പേരാണെന്ന് ഓർത്ത് വെച്ചിരിക്കുക കേട്ടോ. ഓക്കെ, അപ്പൊ ഇവിടെ ഏത് അധ്യായത്തിലാണ് CCPA പറ്റി പറയുന്നത്? ഈ നിയമത്തിലെ 3-ാമത്തെ അധ്യായത്തിലാണ്. അതായത് CCPA രൂപീകരണം, CCPAയുടെ രൂപീകരണത്തെ പറ്റി പറയുന്ന വകുപ്പ് ഏതെന്ന് ചോദിച്ചാൽ ഏതാണ്? വകുപ്പ് 10 ആണ്. ഓക്കെ, വകുപ്പ് 10ലാണ് എന്തിനെ പറ്റി പറയുന്നത്? CCPAയുടെ രൂപീകരണത്തെ പറ്റി പറയുന്നത്. ഇനി നമുക്ക് ഇതിനെ എങ്ങനെ സിമ്പിൾ ആയിട്ട് മലയാളത്തിൽ പറയാം? കേന്ദ്ര അതോറിറ്റി എന്ന് വിളിക്കാം. ഇത് മൊത്തത്തിൽ എങ്ങനെയാ പറയുന്നത്? കേന്ദ്ര ഉപഭോക്തൃ സംരക്ഷണ അതോറിറ്റി എന്നാണ് അതിന്റെ പൂർണ്ണ നാമം. എന്നാൽ ഇതിനെ ഷോർട്ടാക്കി വിളിക്കുന്ന പേരെന്താണ്? കേന്ദ്ര അതോറിറ്റി എന്നാണ്. കേന്ദ്ര അതോറിറ്റി എന്നാണ്. എങ്കിൽ ഈ കേന്ദ്ര അതോറിറ്റിയുടെ ആസ്ഥാനം എവിടെ ആയിരിക്കണമെന്നാണ് നിയമം നിഷ്കർഷിക്കുന്നത്? ന്യൂഡൽഹി ആയിരിക്കണം. ഓക്കെ, CCPAയുടെ ആസ്ഥാനം എപ്പോഴും എവിടെ ആയിരിക്കണം? ന്യൂഡൽഹി ആയിരിക്കണം എന്നാണ് പറയുന്നത്. ഇനി എന്താണ് ഈ CCPA രൂപീകരിച്ചതിന്റെ ലക്ഷ്യം എന്ന് ചോദിച്ചാൽ, CCPAയുടെ ലക്ഷ്യങ്ങൾ എന്തെല്ലാം എന്ന് ചോദിച്ചാൽ നമുക്ക് പലതരത്തിലുള്ള ലക്ഷ്യങ്ങൾ പറയാം. അതായത് ഉപഭോക്താക്കളുടെ അവകാശ ലംഘനവുമായി ബന്ധപ്പെട്ട, ഓക്കെ, ഇപ്പൊ ഏതെങ്കിലും ഉപഭോക്താവിന്റെ അവകാശങ്ങൾ, നമ്മൾ എത്ര തരത്തിലുള്ള അവകാശങ്ങളാണ് കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചത്? 6 തരത്തിലുള്ള അവകാശങ്ങൾ പഠിച്ചു അല്ലേ. അപ്പൊ അതിൽ ഏതെങ്കിലും അവകാശങ്ങളിൽ ലംഘനം ഏതെങ്കിലും ഉപഭോക്താവിന് എന്താണ് അനുഭവിക്കേണ്ടി വന്നാൽ അത്തരം കാര്യങ്ങൾ നിയന്ത്രിക്കാനുള്ള അധികാരം ആർക്കാണ്? അത് CCPAക്ക് ഉണ്ടെന്ന് മനസ്സിലാക്കി വെച്ചിരിക്കുക. ഇനി അതല്ല, സെപ്പറേറ്റ് ആയിട്ട് എന്താ, അന്യായമായ വ്യാപാര സമ്പ്രദായങ്ങളാണ് നടക്കുന്നത്. അന്യായമായിട്ടുള്ള രീതിയിൽ പലതരത്തിലുള്ള വ്യാപാര സമ്പ്രദായങ്ങൾ നമ്മുടെ സൊസൈറ്റിയിൽ നടക്കുകയാണ്. അപ്പൊ അതിനെ കുറിച്ചൊക്കെ അറിവ് ലഭിക്കുകയാണെങ്കിൽ CCPAക്ക് അത് നിയന്ത്രിക്കാനുള്ള അധികാരവും ഉറപ്പ് നൽകുന്നുണ്ട്. ഓക്കെ, അപ്പൊ ഈ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് സെപ്പറേറ്റ് ആയിട്ട് CCPA സ്ഥാപിച്ചിട്ടുള്ളത്. അല്ലാതെ നമ്മൾ നേരത്തെ പറഞ്ഞ ആ കൗൺസിൽ അഥവാ സമിതിക്ക് ഈ കാര്യങ്ങളൊന്നും നിയന്ത്രിക്കാനുള്ള അധികാരം ഇല്ല. അപ്പൊ എന്തൊക്കെയാണ്? അവകാശ ലംഘനം, ഉപഭോക്താക്കളുടെ അവകാശ ലംഘനവുമായി ബന്ധപ്പെട്ടോ അല്ലെങ്കിൽ അവരുടെ വ്യാപാര സമ്പ്രദായവുമായി ബന്ധപ്പെട്ടോ എന്തെങ്കിലും കാര്യങ്ങൾ ഉണ്ടെങ്കിൽ, അന്യായമായ വ്യാപാര സമ്പ്രദായവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഉണ്ടെങ്കിൽ അത് നിയന്ത്രിക്കേണ്ടത് CCPAയുടെ ഉത്തരവാദിത്തമാണ്. ഇനി വളരെ പ്രധാനപ്പെട്ട CCPAയുടെ ഒരു ഫംഗ്ഷൻ എന്താണെന്ന് ചോദിച്ചാൽ, തെറ്റായതോ തെറ്റിദ്ധരിപ്പിക്കുന്നതോ ആയിട്ടുള്ള പരസ്യങ്ങൾ വരികയാണെങ്കിൽ, പത്രത്തിലോ TV-യിലോ റേഡിയോയിലോ ഒക്കെ തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിൽ ഏതെങ്കിലും ഒരു പ്രൊഡക്റ്റിനെ പറ്റിയിട്ട് പരസ്യങ്ങൾ വരികയാണെങ്കിൽ അത് നിയന്ത്രിക്കാനുള്ള അധികാരം CCPAക്കാണുള്ളത്. ഓക്കെ, ഇപ്പം അതിനെതിരായിട്ട് ഫൈൻ കൊടുക്കാനോ അല്ല ഉള്ള അധികാരം, അതിനെക്കുറിച്ച് അന്വേഷിക്കാനും ഫൈൻ കൊടുക്കാനും ഒക്കെ ഉള്ള അധികാരം ആർക്കുണ്ട്? CCPAക്ക് ഉണ്ടെന്ന് മനസ്സിലാക്കി വെച്ചിരിക്കാം. ഓക്കെ, അതുപോലെ പൊതുജനങ്ങളുടെയും ഉപഭോക്താക്കളുടെയും താല്പര്യങ്ങൾ പ്രോത്സാഹിപ്പിക്കുകയും
സംരക്ഷിക്കുകയും ചെയ്യേണ്ടത് ആരാണ്? ഈ CCP ആണ്. അപ്പൊ CCPയുടെ ലക്ഷ്യങ്ങൾ എന്ന് പറഞ്ഞേ, ഒന്ന് ഉപഭോക്താക്കളുടെ അവകാശ ലംഘനം, അന്യായമായ വ്യാപാര സമ്പ്രദായങ്ങൾ, തെറ്റിദ്ധരിപ്പിക്കുന്നതോ ആയ പരസ്യങ്ങൾ, ഇതെല്ലാം നിയന്ത്രിക്കാനുള്ള അധികാരമുണ്ട്. അതുപോലെ തന്നെ പൊതുജനങ്ങളുടെയൊക്കെ അതുപോലെ ഉപഭോക്താക്കളുടെയൊക്കെ താല്പര്യങ്ങൾ പ്രോത്സാഹിപ്പിക്കാനുള്ള അധികാരവും ആർക്കുണ്ട്? CCPക്ക് ഉണ്ടെന്ന് മനസ്സിലാക്കി വെച്ചിരിക്കുക. അപ്പൊ ഈ CCPയിൽ ആരൊക്കെ ഉണ്ടെന്ന് ചോദിച്ചാൽ ആരുണ്ടാ? ചീഫ് കമ്മീഷണർ എന്ന് പറയുന്ന ഒരാളുണ്ടായിരിക്കും. അതുപോലെ തന്നെ മറ്റ് കമ്മീഷണർമാരും ഉണ്ടായിരിക്കും. CCPയിൽ ഒരു ചീഫ് കമ്മീഷണർ ഉണ്ടായിരിക്കും, അതുപോലെ മറ്റ് കമ്മീഷണർമാരും ഉണ്ടായിരിക്കും. ഇവരെല്ലാം നിയമിക്കുന്നത് ആരാന്നറിയാമോ? കേന്ദ്ര അതോറിറ്റി അല്ലേ? അപ്പൊ കേന്ദ്ര ഗവൺമെന്റ് ആയിരിക്കും നിയമിക്കുന്നത്, അല്ലാതെ രാഷ്ട്രപതിയാണ് നിയമിക്കുന്നത് എന്ന് പോയി പറയരുത് കേട്ടോ. കേന്ദ്ര അതോറിറ്റി ആണ്, അപ്പൊ കേന്ദ്ര ഗവൺമെന്റ് ആണ് നിയമിക്കുന്നത് എന്ന് ഓർത്തു വെച്ചിരിക്കുക. അതുപോലെ തന്നെ ഈ ആൾക്കാരുടെ CCPയിൽ ഉള്ള ആൾക്കാരുടെ എല്ലാ തന്നെ നിയമന യോഗ്യതകള്, നിയമന രീതി, കാലാവധി, ശമ്പളം, അലവൻസ്, രാജി, നീക്കം ചെയ്യൽ, മറ്റ് സേവന വ്യവസ്ഥകളെല്ലാം തന്നെ നിയന്ത്രിക്കുന്നത് ആരാണ്? തീരുമാനിക്കുന്നത് ആരാണ്? അത് കേന്ദ്ര സർക്കാരാണ്. മാത്രമല്ല ഈ CCPയിൽ ഇവര് കൂടാതെ, ഈ ചീഫ് കമ്മീഷണറും മറ്റു കമ്മീഷണർമാരും കൂടാതെ പലതരത്തിലുള്ള ഒരുപാട് ഉദ്യോഗസ്ഥരുണ്ട്. അവരെ എല്ലാം നിയമിക്കുന്നതും ആര് തന്നെയാണ്? കേന്ദ്ര സർക്കാരാണെന്ന് ഓർത്തു വെച്ചിരിക്കുക. ഓക്കെ, അപ്പൊ ഈ കാര്യങ്ങളെല്ലാം CCPയുടെ ഫുൾ കൺട്രോൾ ആരുടെ കയ്യിലാണ്? കേന്ദ്ര സർക്കാരിന്റെ കയ്യിലാണെന്ന് മനസ്സിലായല്ലോ. ഇനി CCPക്ക് എന്തുണ്ട്? ഒരു അന്വേഷണ വിഭാഗമുണ്ട്. നമ്മൾ പറഞ്ഞു പലതരത്തിലുള്ള അന്യായമായ വ്യാപാര സമ്പ്രദായം ഉണ്ടെങ്കിൽ അതിനെപ്പറ്റി അന്വേഷിക്കേണ്ടതായിട്ട് വരും. തെറ്റിദ്ധരിപ്പിക്കുന്ന പരസ്യങ്ങൾ ഉണ്ടെങ്കിൽ അതിനെക്കുറിച്ച് അന്വേഷിക്കേണ്ടതായിട്ട് വരും അല്ലെ? അപ്പൊ CCPക്ക് ഒരു അന്വേഷണ വിഭാഗം ആവശ്യമാണ്. അപ്പൊ അതിനെ പറ്റിയാണ് സെക്ഷൻ 15 പറയുന്നത്. അതായത് എന്തിനു വേണ്ടിയിട്ടാണ് CCPക്ക് ഒരു അന്വേഷണ വിഭാഗം ഉള്ളതെന്ന് ചോദിച്ചാൽ, CCPയുടെ അന്വേഷണ കാര്യങ്ങൾ നിയന്ത്രിക്കാൻ വേണ്ടിയിട്ടാണ് അല്ലെ? അവരുടെ ആ അന്വേഷണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ നോക്കി നടത്തുന്നതിന് വേണ്ടിയിട്ടാണ് ഒരു അന്വേഷണ വിഭാഗം CCPക്ക് ഉള്ളത്. ആ CCPയുടെ അന്വേഷണ വിഭാഗത്തിന് നേതൃത്വം നൽകുന്ന ആ വ്യക്തിയെ നമ്മൾ എന്തെന്നാ വിളിക്കുന്നത്? ഡയറക്ടർ ജനറൽ എന്നാണ് വിളിക്കുന്നത്. ഓക്കെ, CCPയിലെ അന്വേഷണ വിഭാഗത്തിന്റെ തലവൻ ആരാണ് എന്ന് ചോദിച്ചിട്ടുണ്ട്. അത് ആരാണ്? അത് ഡയറക്ടർ ജനറൽ ആണ്. ഓക്കെ, ഡയറക്ടർ ജനറൽ ആണെന്ന് ഓർത്തിരിക്കുക. ഇനി ഡയറക്ടർ ജനറൽ മാത്രമേ ഉള്ളൂ? അല്ല, അദ്ദേഹത്തിന്റെ കീഴിലായിട്ട് ഒരുപാട് അസിസ്റ്റന്റ് ഡയറക്ടർമാരും ഒരുപാട് പല പോസ്റ്റുകളിലായിട്ട് ഡയറക്ടർമാരുണ്ടായിരിക്കും. അപ്പൊ അവരെല്ലാരും കൂടെ ചേർന്നിട്ടായിരിക്കും ആ അന്വേഷണ വിഭാഗം കൊണ്ടുപോകുന്നത്. ഓക്കെ, അപ്പൊ ഇവരെ നിയമിക്കുന്നത് ആര് തന്നെയാണ്? കേന്ദ്ര സർക്കാർ തന്നെയാണെന്ന് ആലോചിച്ച് വെച്ചിരിക്കുക. അതുപോലെ തന്നെ ഇവരുടെ യോഗ്യത എന്ന് പറയുന്നത് അന്വേഷണത്തിൽ അനുഭവ പരിചയമുള്ള വ്യക്തികളായിരിക്കും. അതായത് ഇൻവെസ്റ്റിഗേഷനുമായി ബന്ധപ്പെട്ട നല്ല എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള വ്യക്തികളെ ആയിരിക്കും ഈ ഡയറക്ടർ ജനറൽ ആയിട്ടും മറ്റ് ഡയറക്ടർമാരായിട്ടും CCPയുടെ അന്വേഷണ വിഭാഗത്തിൽ നിയമിക്കുന്നതെന്ന് കൂടി മനസ്സിലാക്കി വെച്ചിരിക്കുക. ഓക്കെ അല്ലേ? അപ്പോ CCPയുമായി ബന്ധപ്പെട്ട അത്രയും കാര്യങ്ങൾ മനസ്സിലായോ? ഇനി ബാക്കി കാര്യങ്ങളിലേക്ക് വരാം. ഉപഭോക്താക്കളുടെ അവകാശ ലംഘനമോ അന്യായമായ വ്യാപാര സമ്പ്രദായങ്ങളോ തെറ്റിദ്ധരിപ്പിക്കുന്നതോ ആയ പരസ്യങ്ങൾക്കെതിരെയോ നമുക്ക് പരാതി നൽകാനായിട്ട് സാധിക്കും. അപ്പൊ ഈ സാധാരണ ആൾക്കാർ എവിടെയാണ് പോയി പരാതി നൽകേണ്ടത്? ഓക്കെ, അപ്പൊ നമ്മൾ നേരെ പോയി CCP ആണ് അത് മീൻസ് അത് നിയന്ത്രിക്കുന്നത്, അതുകൊണ്ട് നമുക്ക് CCPയിൽ മാത്രമേ പരാതി സമർപ്പിക്കാനായിട്ട് സാധിക്കുള്ളൂ എന്ന് ചിന്തിക്കാൻ പറ്റുമോ? ഇല്ല. അങ്ങനെ എന്തെങ്കിലും ഒരു അവകാശ ലംഘനമോ ഉപഭോക്താക്കളുടെ അവകാശ ലംഘനം, നമ്മളൊരു ഉപഭോക്താവാണ്, നമുക്ക് ആ 6 തരത്തിലുള്ള അവകാശങ്ങളുണ്ടല്ലോ, അതിലേതെങ്കിലും നമ്മൾക്ക് അത് ലംഘിക്കുകയാണ്, നമുക്ക് എന്ത് ചെയ്യാം? കൊണ്ടുപോയി പരാതി നൽകാം. അതുപോലെ നമ്മൾ അന്യായമായിട്ടുള്ള ഒരു വ്യാപാര രീതി നമ്മൾ കാണുകയാണ്, അത് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം? കൊണ്ട് പരാതി നൽകാം. ഇനി ഇവ തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിൽ ഒരു പരസ്യം വരികയാണ്, അത് കണ്ടാലും ഏതൊരാൾക്കും കൊണ്ടുപോയി എന്ത് ചെയ്യാം? പരാതി നൽകാനായിട്ട് സാധിക്കും. അപ്പൊ ആരുടെ അടുത്ത് പോയിട്ടാണ് നമുക്ക് പരാതി നൽകേണ്ടത്? പോലീസ് സ്റ്റേഷനിൽ പോയി പരാതി നൽകാൻ സാധിക്കുമോ? അല്ലെങ്കിൽ CCPയിൽ വരെ പോയി പരാതി നൽകേണ്ടി വരുമോ? ഇല്ല. അതായത് നമുക്ക് 3 ആൾക്കാരുണ്ട്. ഒന്ന് ജില്ലാ കളക്ടർ. ജില്ലാ കളക്ടറിന് ഈ ഒരു അധികാരമുണ്ട്. അതായത് ഈ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ട ആ ഒരു ഉത്തരവാദിത്വം കൂടി ജില്ലാ കളക്ടറിനുണ്ട്. സോ നമ്മളെ ജില്ലയിലെ കളക്ടർ ആരാണോ ആ ജില്ലാ കളക്ടറിന് കൊണ്ടുപോയി എന്ത് ചെയ്യാം? ഇതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും പരാതി ഉണ്ടെങ്കിൽ, ഈ 3 വിഷയങ്ങളുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും പരാതി ഉണ്ടെങ്കിൽ നമുക്ക് ജില്ലാ കളക്ടറുടെ അടുത്ത് പോകാം. ഇനി അതല്ല, ഇനി റീജിയണൽ ഓഫീസുകളുണ്ട്. ഈ ഒരു CCPക്ക് തന്നെ എന്തുണ്ട്? റീജിയണൽ ഓഫീസുകളുണ്ട്. ആ റീജിയണൽ ഓഫീസിൽ പല റീജിയണലായിട്ടായിരിക്കും ഉള്ളത്. അപ്പൊ ആ റീജിയണൽ ഓഫീസിലെ കമ്മീഷണർക്ക് കൊണ്ടുപോയി പരാതി നൽകാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ എന്താണ്?
കേന്ദ്ര അതോറിറ്റിക്ക് CCPL ഇപ്പൊ ഡൽഹിയിലുള്ളവരൊക്കെ ആണെങ്കിൽ നേരെ പോയി CCPL അങ്ങ് പരാതി നൽകിയാൽ മതി അല്ലെ. അപ്പൊ ഈ ഒരു കാര്യങ്ങൾ ഏതൊക്കെ കാര്യങ്ങളുമായി ബന്ധപ്പെട്ടാണ്? ഒന്ന്, ഉപഭോക്താക്കളുടെ അവകാശ ലംഘനം. 2, അന്യായമായ വ്യാപാര സമ്പ്രദായം. 3, തെറ്റിദ്ധരിപ്പിക്കുന്നതോ തെറ്റായിട്ടുള്ളതോ ആയിട്ടുള്ള പരസ്യം. ഈ 3 കാര്യങ്ങൾക്കെതിരായിട്ട് നമുക്ക് പരാതി നൽകാൻ 3 ആൾക്കാരാണുള്ളത്. ആരൊക്കെയാണ്? ജില്ലാ കളക്ടർ, റീജിയണൽ ഓഫീസ് കമ്മീഷണർ, അതുപോലെ തന്നെ കേന്ദ്ര അതോറിറ്റി. ഓക്കെ അല്ലെ? എങ്കിൽ സെക്ഷൻ 16 പ്രകാരം ജില്ലാ കളക്ടറുടെ അധികാരങ്ങൾ എന്തൊക്കെയാണ്? ഈ നിയമത്തിൽ ജില്ലാ കളക്ടർക്ക് റോൾ ഉണ്ടെന്ന് നമ്മൾ പറഞ്ഞല്ലോ. അപ്പൊ ജില്ലാ കളക്ടർക്ക് എന്തൊക്കെ അധികാരമാണ് ഈ ഒരു ഇതിൽ പറയുന്നത്? അതായത് ജില്ലാ കളക്ടറുടെ അധികാരത്തെ പറ്റി പറയുന്ന സെക്ഷൻ ഏതാണ്? അത് 16ാമത്തെ സെക്ഷൻ ആണെന്ന് ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെച്ചിരിക്കുക. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നോക്കിക്കേ, ജില്ലാ കളക്ടറുടെ അധികാരങ്ങൾ എന്തൊക്കെയാണ്? ഒന്ന്, കേന്ദ്ര അതോറിറ്റിയോ ഒരു റീജിയണൽ ഓഫീസ് കമ്മീഷണറോ നൽകിയ പരാതിയിലോ ജില്ലാ കളക്ടർ തന്റെ അധികാര പരിധിക്കുള്ളിലെ ഉപഭോക്താക്കളുടെ അവകാശ ലംഘനം, അന്യായമായ വ്യാപാര സമ്പ്രദായങ്ങൾ, തെറ്റിദ്ധരിപ്പിക്കുന്ന പരസ്യങ്ങൾ എന്നിവയിൽ അന്വേഷണം നടത്തി കേന്ദ്ര അതോറിറ്റിക്കോ അല്ലെങ്കിൽ ഒരു റീജിയണൽ ഓഫീസിലെ കമ്മീഷണർക്കോ റിപ്പോർട്ട് സമർപ്പിക്കേണ്ടതാണ്. സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ, നമ്മളിപ്പോ ജില്ലാ കളക്ടർക്ക് കൊണ്ടുപോയി ഒരു പരാതി സമർപ്പിക്കുന്നു. നമ്മൾ ജില്ലാ കളക്ടറിന്റെ പരിധിയിലുള്ളത് കൊണ്ടല്ലേ ആ കളക്ടറുടെ മുമ്പിൽ പോയത്. സോ ആ കളക്ടറാണ് എന്ത് ചെയ്യേണ്ടത്? ഈ ഒരു കാര്യത്തിൽ അന്വേഷണം നടത്തേണ്ടത്. അതിന് കളക്ടർക്ക് അതിനായിട്ടുള്ള ഇൻവെസ്റ്റിഗേഷൻ വിങ്ങും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരിക്കും. അപ്പൊ ജില്ലാ കളക്ടറാണ് എന്ത് ചെയ്യേണ്ടത്? നമ്മൾ ഇപ്പൊ ഏറ്റവും താഴെ ജില്ലാ കളക്ടറിന് കൊണ്ടുപോയി കൊടുക്കുകയാണ്. ഓക്കെ, ജില്ലാ കളക്ടറിന് കൊണ്ടുപോയി കൊടുത്താൽ ജില്ലാ കളക്ടർ അതിനെക്കുറിച്ച് അന്വേഷണം നടത്തി എന്ത് ചെയ്യും? അത് ആർക്കാണോ? ഇപ്പൊ CCPIക്ക് ആയിരിക്കും ചിലപ്പോൾ ഡയറക്റ്റ് അവർ റിപ്പോർട്ട് സമർപ്പിക്കുന്നത്. ഓക്കെ, ഇനിയിപ്പോ നമ്മൾ എന്ത് ചെയ്യാണ്? CCPIക്ക് കൊണ്ടുപോയാണ് ഈ ഒരു പരാതി കൊടുത്തത്. അവിടെ കൊടുത്തിട്ട് കാര്യമുണ്ടോ? CCPI നേരെ എങ്ങോട്ടായിരിക്കും ഫോർവേഡ് ചെയ്യുന്നത്? ജില്ലാ കളക്ടർ. നമ്മൾ എവിടെ നിന്നാണോ ഈ ഒരു സംഭവം ഉണ്ടായത്, അല്ലെങ്കിൽ എവിടെ നിന്നാണോ നമ്മൾ ആ പരാതി വന്നത്, ആ പരിധിയിലുള്ള ജില്ലാ കളക്ടർക്കായിരിക്കും ഇതിന്റെ ആ ഒരു പവർ ഉള്ളത്, അല്ലെങ്കിൽ അത് അന്വേഷിക്കാനുള്ള അധികാരമുള്ളത്. അപ്പൊ CCPI നേരെ അത് ജില്ലാ കളക്ടർക്ക് ഫോർവേഡ് ചെയ്യും. അതേപോലെ തന്നെയാണ് നമ്മൾ റീജിയണൽ ഓഫീസിൽ കൊടുത്താൽ പോലും ആ റീജിയണൽ ഓഫീസ് എന്ത് ചെയ്യും? ആ നേരെ കംപ്ലൈന്റ് നേരെ ജില്ലാ കളക്ടർക്ക് ഫോർവേഡ് ചെയ്യും. അപ്പൊ അതിൽ നല്ലത് എന്താണ്? ജില്ലാ കളക്ടർക്ക് നേരെ കൊണ്ടുപോയി പരാതി കൊടുത്താൽ പോരെ? അപ്പൊ അത് ജില്ലാ കളക്ടർക്ക് അത് അന്വേഷിച്ച് അതിന് വേണ്ടുന്ന റിപ്പോർട്ട് തയ്യാറാക്കിക്കോളും. ഓക്കെ, ഇനി മറ്റൊരു കാര്യം, മുൻവിധിയില്ലാതെ കേന്ദ്ര അതോറിറ്റി ഇടപെടാൻ കഴിയുന്ന സന്ദർഭങ്ങൾ ഏതൊക്കെയാണ്? ഇനിയിപ്പം മറ്റുള്ളവരുടെ പെർമിഷൻ ഒന്നും ഇല്ലാതെ തന്നെ CCPIക്ക് കുറച്ച് കാര്യങ്ങളിൽ ചാടി കയറി ഇടപെടാനുള്ള അധികാരമുണ്ട്. ഓക്കെ, എന്തൊക്കെയാണ്? അതായത് മേൽപ്പറഞ്ഞ വിഷയം എന്ന് ഞാൻ ഇവിടെ ഷോർട്ടാക്കി കൊടുത്തത് നമ്മൾ 3 കാര്യങ്ങൾ പറഞ്ഞില്ലേ? എന്തൊക്കെയാണ്? അന്യായമായ വ്യാപാര സമ്പ്രദായം, തെറ്റിദ്ധരിപ്പിക്കുന്നതായിട്ടുള്ള പരസ്യം, അതുപോലെ തന്നെ അവകാശ ലംഘനം. ഈ പറഞ്ഞ വിഷയങ്ങളിൽ പരാതി ലഭിക്കുകയാണെങ്കിൽ അതിൽ ഡയറക്റ്റ് അന്വേഷണം നടത്താൻ ആർക്ക് അധികാരമുണ്ട്? കേന്ദ്ര അതോറിറ്റിക്ക് അധികാരമുണ്ട്. അതിന് കേന്ദ്ര അതോറിറ്റിയുടെ മുമ്പിൽ തന്നെ ആ ഒരു പരാതി വരണമെന്നില്ല. കേന്ദ്ര അതോറിറ്റിക്ക് അല്ലാതെ തന്നെ എവിടെയെങ്കിലും കേട്ടറിഞ്ഞാലോ കണ്ടറിഞ്ഞാലോ ഒക്കെ അതിനകത്ത് കയറി ഒരു മുൻവിധിയും ഇല്ലാതെ കയറി തന്നെ, അതായത് അവിടുന്ന് പെർമിഷൻ ഒന്നും വേറെ ആരുടെയും പെർമിഷന് കാത്തു നിൽക്കാതെ തന്നെ ആ കാര്യത്തിൽ അന്വേഷണം നടത്താനുള്ള അധികാരം നമ്മുടെ നിയമം ഉറപ്പു നൽകുന്നുണ്ട്. അതുപോലെ ഈ നിയമപ്രകാരമുള്ള കേസുകളിൽ കമ്മീഷന് മുമ്പാകെ പരാതി സമർപ്പിക്കുന്നു. ഈ നിയമപ്രകാരമുള്ള കേസുകളിൽ എന്ത് ചെയ്യുന്നു? കമ്മീഷന് മുമ്പാകെ പരാതി സമർപ്പിക്കാനും ഉള്ള ആ ഒരു സിറ്റുവേഷൻ ഉണ്ട്. അതുപോലെ ഉപഭോക്തൃ ആസ്വാദനത്തെ തടയുന്ന ഘടകങ്ങളും അവയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അവലോകനം ചെയ്യുകയും അവ ഫലപ്രദമായി നടപ്പിലാക്കുന്നതിന് വേണ്ടുന്ന ശുപാർശ ചെയ്യുകയും വേണ്ടത് ആരാണ്? ഈ ഒരു CCPIക്ക് ഉള്ള ആ ഒരു അധികാരമാണെന്ന്, ഇടപെടാനുള്ള അധികാരമാണെന്ന് ഓർത്തു വെച്ചിരിക്കുക. ഓക്കെ, ക്ലിയർ ആയോ? ഓക്കെ, അത് മാത്രമല്ല ഉപഭോക്തൃ മേഖലയിൽ അന്താരാഷ്ട്ര ഉടമ്പടികൾ സ്വീകരിക്കാൻ, ഉപഭോക്തൃ മേഖലയുമായി ബന്ധപ്പെട്ട അന്താരാഷ്ട്ര ഉടമ്പടികളൊക്കെ ഉണ്ടെങ്കിൽ അത് നമ്മളെ ഇന്ത്യയിലും അത് സ്വീകരിക്കണം എന്ന് പറഞ്ഞ് ശുപാർശ ചെയ്യാനുള്ള അധികാരം CCPIക്ക് ഉണ്ട്. ഗവേഷണം, ഈ ഉപഭോക്തൃ മേഖലയിൽ എന്തെങ്കിലും ഗവേഷണം നടത്തണമെങ്കിൽ അത് നടത്താം, അല്ലെങ്കിൽ അത് പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യേണ്ടത് CCPIയുടെ ഉത്തരവാദിത്തമാണ്. അവബോധം സൃഷ്ടിക്കുക, പ്രോത്സാഹിപ്പിക്കുക, ഉപഭോക്തൃ മേഖലയെ കുറിച്ച് അല്ലെങ്കിൽ ഉപഭോക്തൃ അവകാശങ്ങളെ കുറിച്ച് അവയർനെസ് കൊടുക്കേണ്ടതും പ്രോത്സാഹിപ്പിക്കേണ്ടതും CCPIയുടെ ഉത്തരവാദിത്തമാണ്. ക്ഷേമ നടപടികളിൽ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്ക് ഉപദേശം, അതായത് ഉപഭോക്തൃവുമായിട്ട് ബന്ധപ്പെട്ടാണ് ക്ഷേമ നടപടികളിൽ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്ക് ഉപദേശം നൽകേണ്ടതും CCPIയുടെ ഉത്തരവാദിത്തമാണ്. അന്യായമായ വ്യാപാരം തടയുന്നതിന് മാർഗനിർദ്ദേശങ്ങൾ പുറപ്പെടുവിക്കേണ്ടതും CCPIയുടെ ഉത്തരവാദിത്തമാണെന്ന് ഓർത്തിരിക്കുക. സുരക്ഷിതമല്ലാത്തതോ അപകടകരമായ സാധനങ്ങളും സേവനങ്ങൾക്കുമെതിരെ ഉപഭോക്താക്കൾക്ക് സുരക്ഷാ അറിയിപ്പുകൾ നൽകേണ്ടതും ആരുടെ ഉത്തരവാദിത്തമാണ്? CCPIക്ക് ഉത്തരവാദിത്തമാണ്. അപ്പൊ CCPIക്ക് ആ കാര്യങ്ങളിൽ കയറിയെല്ലാം ഇടപെടാനുള്ള അധികാരമുണ്ടെന്ന് ഓർത്തിരിക്കുക. ഇനി CCPIയുടെ പ്രധാന പ്രവർത്തനങ്ങൾ എന്തൊക്കെയാണെന്ന് ചോദിച്ചാൽ, അതോറിറ്റിക്ക് എന്ത് ചെയ്യാം? അതായത് നമ്മുടെ CCPIക്ക് അന്വേഷണത്തിൽ ബോധ്യപ്പെടുന്ന പക്ഷം
ഹാനികരമായ ചരക്കുകളോ തിരിച്ചു വിളിക്കുന്നതിനോ സേവനങ്ങൾ പിൻവലിക്കുന്നതിനോ ഉത്തരവിടാനുള്ള അധികാരമുണ്ട്. കണ്ടോ, CCPക്ക് ഫുൾ പവർ ആണുള്ളത്. ഇപ്പൊ ഏതെങ്കിലും ഒരു സാധനം ഇങ്ങനെ വിപണിയിൽ ഇറക്കി, പക്ഷെ അത് എന്താണ്, അത് അന്യായമായിട്ടുള്ള രീതിയിലോ അല്ലെങ്കിൽ തെറ്റായിട്ടുള്ള രീതിയിലോ ഉള്ള ഒരു പ്രോഡക്റ്റ് ആണെങ്കിൽ അത് മൊത്തത്തിൽ അത് ബാൻ ചെയ്യാനുള്ള അധികാരം CCPക്ക് ഉണ്ട്. അതുപോലെ തന്നെ ഇപ്പൊ ഏതെങ്കിലും ഒരു സർവീസ്, ഇപ്പൊ എഡ്യൂക്കേഷൻ ആയിക്കോട്ടെ, മറ്റെന്തെങ്കിലും സർവീസുകൾ ആയിക്കോട്ടെ, ആ സർവീസുകളിൽ എന്തെങ്കിലും അവകാശ ലംഘനം നടക്കുന്നുണ്ടെന്നോ അല്ലെങ്കിൽ അതിനകത്ത് അന്വേഷണത്തിൽ തെളിയുന്നതാണ് ഇത് തെറ്റായിട്ടുള്ള ഒരു സർവീസ് ആണ് എന്ന് തോന്നുകയാണെങ്കിൽ അത് ബാൻ ചെയ്യാനുള്ള അധികാരം CCPക്ക് ഉണ്ട്. അന്യായമായ വ്യാപാര രീതികൾ നിർത്തുവാൻ നടപടികൾ സ്വീകരിക്കാനുള്ള അധികാരമുണ്ട്. തെറ്റായതോ തെറ്റിദ്ധരിപ്പിക്കുന്നതോ ആയ പരസ്യം നിർത്തലാക്കാനോ, കണ്ടോ ഇപ്പം നമ്മളെ TV-യിൽ ഒരു തെറ്റിദ്ധരിപ്പിക്കുന്ന പരസ്യം വന്നു, അത് നിർത്തലാക്കാനോ അല്ലെങ്കിൽ അതിനെ ഒന്ന് മോഡിഫൈ ചെയ്തിട്ട് വീണ്ടും അപ്ഡേറ്റ് ചെയ്യണമെന്ന് പറയാനോ അല്ലെങ്കിൽ വ്യാപാരി, നിർമ്മാതാവ്, പരസ്യദാതാവ് എന്നിവർക്ക് എതിരായിട്ട് നിർദ്ദേശങ്ങൾ നൽകാനും അധികാരമുണ്ട്. അവർക്കെതിരായിട്ട് പിഴ ചുമത്താനുള്ള അധികാരവും ആർക്കുണ്ട്? CCPക്ക് ഉണ്ടെന്ന് മനസ്സിലാക്കി വെച്ചിരിക്കുക. ഓക്കെ, അപ്പൊ CCPയുടെ പവർ കണ്ടോ. CCP എന്ന് പറയുന്നത് വെറും ചെറിയ ഒരു ഏജൻസി അല്ല, അല്ലെങ്കിൽ എന്താണ്, ഒരു ചെറിയൊരു സ്ഥാപനമല്ല. അത് ഹൈ പവർ, ഈ ഒരു നമ്മുടെ നിയമവുമായി ബന്ധപ്പെട്ട്, ഉപഭോക്തൃ സംരക്ഷണ നിയമവുമായി ബന്ധപ്പെട്ട് ഇച്ചിരി പവർ ഉള്ള ഒരു സ്ഥാപനമാണ് CCP എന്ന് ഓർത്തു വെച്ചിരിക്കുക. എങ്കിൽ ഈ നിയമപ്രകാരം പ്രാഥമിക അന്വേഷണത്തിനുള്ള അധികാരമുള്ളവർ ആരൊക്കെയാണ്? പ്രാഥമിക അന്വേഷണം. ഈ നിയമപ്രകാരം ഒരു കേസ് വരികയാണ്, ഓക്കെ, അതായത് ഇപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞ വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് ഒരു കേസ് വരികയാണെങ്കിൽ അതിന്റെ ആ ഒരു പ്രൈമറി ഇൻവെസ്റ്റിഗേഷൻ ഉണ്ടല്ലോ, അത് നടത്താൻ അധികാരമുള്ളത് രണ്ട് പേർക്കാണ്. ഒന്ന് ജില്ലാ കളക്ടർക്കുണ്ട്, മറ്റൊന്ന് നമ്മുടെ ഡയറക്ടർ ജനറൽ ഉണ്ടല്ലോ, നമ്മളുടെ ഈ ഒരു CCPL അന്വേഷണ വിഭാഗത്തിന്റെ തലവനുണ്ടല്ലോ, അയാൾക്കും എന്തുണ്ട്? ഈ പ്രാഥമിക അന്വേഷണം നടത്താനുള്ള അധികാരമുണ്ട്. ഇനി CCPയെ വാർഷിക റിപ്പോർട്ട് സമർപ്പിക്കേണ്ടത് ആർക്കാണ്? അത് കേന്ദ്ര സർക്കാരിനാണ്. അതിന്റെ പകർപ്പുകൾ പാർലമെന്റിന്റെ ഇരുസഭകൾക്ക് മുമ്പാകെ സമർപ്പിക്കുകയും വേണം. അതുപോലെ തന്നെ CCPയുടെ അക്കൗണ്ടുകൾ എന്ത് ചെയ്യും? CAG അഥവാ കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ ഓഡിറ്റ് ചെയ്യുകയും വേണം. ആ ഓഡിറ്റ് റിപ്പോർട്ട് വർഷം തോറും കേന്ദ്ര സർക്കാരിന് മുന്നിൽ സമർപ്പിക്കണം. അതിന്റെ ഒരു കോപ്പി ഇരു സഭകൾക്കും മുമ്പാകെ സമർപ്പിക്കണം. കേന്ദ്ര സർക്കാർ ആയിരിക്കും അതിന്റെ കോപ്പി എന്ത് ചെയ്യുന്നത്? ലോക്സഭയിലും രാജ്യസഭയിലുമായിട്ട് സമർപ്പിക്കുന്നത് എന്ന് കൂടി മനസ്സിലാക്കി വെച്ചിരിക്കുക. ഓക്കെ, ഇനി അവരുടെ ശിക്ഷയും പിഴയും പറ്റിയിട്ടാണ് പറയുന്നത്. അതായത് കേന്ദ്ര അതോറിറ്റിയുടെ ഒരു ഉത്തരവ് പാലിക്കാതിരുന്നാൽ, ഇപ്പൊ കേന്ദ്ര അതോറിറ്റി എന്തെങ്കിലും ഒരു കാര്യം പറയുന്നു, ആ ഒരു പരസ്യവുമായി ബന്ധപ്പെട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഉത്തരവ് ഇറക്കുന്നു, ഇത്ര രൂപ പിഴ അടയ്ക്കണം, 10 ലക്ഷം രൂപ പിഴ അടയ്ക്കണം. നമ്മളെ സെൻസോഡൈൻ പേസ്റ്റിന് ഒരു 10 ലക്ഷം രൂപ പിഴ വന്നായിരുന്നു. ആ ഒരു സെൻസോഡൈൻ പേസ്റ്റിന്റെ പരസ്യവുമായി ബന്ധപ്പെട്ട് ഒരു 10 ലക്ഷം രൂപ പിഴ വന്നായിരുന്നു അല്ലെ. അത് എന്തായിരുന്നു? അതിന് ആ ഒരു CCP ആണ് അതിന് പിഴ ചുമത്തിയത്. അപ്പൊ അതിന്റെ ആ ഒരു ഉത്തരവ് പാലിക്കാതിരിക്കുകയാണെങ്കിൽ, കേന്ദ്ര അതോറിറ്റിയുടെ ഉത്തരവ് പാലിക്കാതിരിക്കുകയാണെങ്കിൽ 6 മാസം തടവോ അല്ലെങ്കിൽ 20 ലക്ഷം രൂപ പിഴയോ അല്ലെങ്കിൽ രണ്ടും കൂടിയോ ലഭിക്കുമെന്ന് ഓർത്തു വെച്ചിരിക്കുക. മനസ്സിലായോ? 6 മാസം ഉത്തരവ് പാലിച്ചില്ലെങ്കിലാണ് 6 മാസം തടവോ 20 ലക്ഷം രൂപ പിഴയോ അല്ലെങ്കിൽ ഇവ രണ്ടും കൂടിയോ ലഭിക്കുന്നത്. ഇനിയിപ്പം എന്താണ്? തെറ്റോ തെറ്റിദ്ധരിപ്പിക്കുന്നതായിട്ടുള്ള ഒരു പരസ്യം ഇറക്കുകയാണ്. അങ്ങനെ ചെയ്യുകയാണെങ്കിൽ CCP ഡയറക്റ്റ് അവർക്ക് ഫൈൻ അടയ്ക്കും. അതുപോലെ 2 വർഷം തടവോ അല്ലെങ്കിൽ 10 ലക്ഷം രൂപ വരെ പിഴയോ ലഭിക്കാം. വീണ്ടും ആ തെറ്റിദ്ധരിപ്പിക്കുന്ന പരസ്യം വീണ്ടും ആവർത്തിക്കുകയാണ്, അങ്ങനെയാണെങ്കിൽ 5 വർഷം വരെ തടവും 50 ലക്ഷം രൂപ പിഴയുമായിട്ട് അത് മാറും. ഓക്കെ, അപ്പൊ ഇവിടെ 10 ലക്ഷമാണെന്ന് ഓർത്തിരിക്കുക. കഴിഞ്ഞ ഒരു പരീക്ഷയ്ക്ക് ചോദിച്ചൊരു ചോദ്യമായിരുന്നു. ഇനി അടുത്ത ഒരു കാര്യം പഠിച്ചിരിക്കേണ്ടത്, നമ്മൾ തെറ്റിദ്ധരിപ്പിക്കുന്ന പരസ്യം എന്ന് പറഞ്ഞു അല്ലെ. എന്താണ് ഈ തെറ്റിദ്ധരിപ്പിക്കുന്ന പരസ്യം എന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്? അതായത് ഒന്നെങ്കിൽ ഒരു ഉൽപ്പന്നമോ അല്ലെങ്കിൽ ഒരു സേവനമോ എന്ത് ചെയ്യുന്നു? തെറ്റായിട്ട് വിവരിക്കുന്നു. അതായത് അതിന്റെ കറക്റ്റ് ഫംഗ്ഷൻ പറയാതെ മറ്റൊരു രീതിയിൽ ആൾക്കാരെ കൂട്ടുന്നതിന് വേണ്ടിയിട്ട് തെറ്റായിട്ട് എന്ത് ചെയ്യുന്നു? വിവരിക്കുന്നു. അതെന്താണ്? തെറ്റിദ്ധരിപ്പിക്കുന്ന പരസ്യത്തിന്റെ ഒരു എക്സാമ്പിൾ ആണ്. അതുപോലെ ഉൽപ്പന്നത്തിന്റെ സ്വഭാവം, പദാർത്ഥം, അളവ് അല്ലെങ്കിൽ ഗുണനിലവാരം സംബന്ധിച്ച തെറ്റായ ഗ്യാരണ്ടി നൽകുന്നു. ഇതൊക്കെ പരീക്ഷയ്ക്ക് വന്നതാണ് കേട്ടോ. ഉൽപ്പന്നത്തിന്റെ സ്വഭാവം, ഇപ്പം ഒരു പ്രോഡക്റ്റ് ആണ്, ആ പ്രോഡക്റ്റിന്റെ അളവും കാര്യങ്ങളും എല്ലാം എന്താണ്? തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിൽ. ഇപ്പം 6 മാസം വാലിഡിറ്റി ഉള്ള ഒരു സാധനത്തിന് 2 വർഷം ഗ്യാരണ്ടി കൊടുക്കുകയാണ്. ഓക്കെ, ഒരു വർഷം 6 മാസം പോലും അത് തികച്ച് വർക്ക് ചെയ്യത്തില്ല, പക്ഷെ അതിന് 2 വർഷം ഇത്ര ഗ്യാരണ്ടി ഉണ്ടെന്ന് പറഞ്ഞ് അത് കൊടുക്കുകയാണെങ്കിൽ അതും എന്താണ്? തെറ്റിദ്ധരിപ്പിക്കുന്ന പരസ്യമാണ്. അതുപോലെ പ്രധാനപ്പെട്ട വിവരങ്ങൾ എന്ത് ചെയ്യുന്നു? ബോധപൂർവം മറച്ചു വെക്കുന്നു. ഇപ്പൊ ചില ക്വസ്റ്റ്യൻസ് കാര്യങ്ങളൊക്കെ ഉണ്ടാവും, അപ്പൊ അതെന്ത് ചെയ്യാണ്? ചിലപ്പോൾ അത് കണ്ട ആൾക്കാർ വാങ്ങിക്കത്തില്ലെന്നും
കരുതി അതെന്ത് ചെയ്യും, ബോധപൂർവം അത് മറച്ചു വെക്കും. അതും തെറ്റിദ്ധരിപ്പിക്കുന്ന പരസ്യമാണ്. പിന്നെ തെറ്റിദ്ധരിപ്പിക്കുന്ന പരസ്യത്തിന് ആരെയെല്ലാം ബാധ്യസ്ഥരാക്കാം, തെറ്റിദ്ധരിപ്പിക്കുന്ന പരസ്യത്തിന് ആരെയെല്ലാം ബാധ്യസ്ഥരാക്കാം എന്ന് ചോദിച്ചാൽ, അതായത് ആർക്കൊക്കെ എതിരായിട്ട് ഫൈൻ കൊടുക്കാം എന്ന് ചോദിച്ചാൽ, അത് നിർമ്മാതാക്കൾ ഉണ്ടല്ലോ, ആ പരസ്യത്തിന്റെ നിർമ്മാതാക്കൾക്കെതിരായിട്ടോ പരസ്യ ഏജൻസികൾക്കെതിരായിട്ടോ സെലിബ്രിറ്റിക്കെതിരായിട്ടോ ഈ ഒരു പരസ്യം അംഗീകരിക്കുന്ന ആൾക്കാരുണ്ടല്ലോ അവർക്കെതിരായിട്ടോ ഇത് പബ്ലിഷ് ചെയ്യുന്ന ആൾക്കാരുണ്ടല്ലോ അവർക്കെതിരായിട്ടോ എന്ത് ചെയ്യാം, ഈ ഒരു ബാധ്യസ്ഥരാക്കാനായിട്ട് സാധിക്കും. തെറ്റിദ്ധരിപ്പിക്കുന്ന പരസ്യത്തിനെല്ലാം അവരെ ബാധ്യസ്ഥരാക്കാനായിട്ട് സാധിക്കും, അവർക്കെതിരായിട്ടെല്ലാം ഫൈൻ കൊടുക്കാനായിട്ട് സാധിക്കും. ഇനി എൻഡോഴ്സർക്കെതിരെ CCPIക്ക് എടുക്കാൻ കഴിയുന്ന നടപടികൾ എന്തൊക്കെയാണ്? ഓക്കെ, എൻഡോഴ്സർ മീൻസ് എന്താണ്? ഈ പരസ്യം അംഗീകരിക്കുന്ന ആൾക്കാരുണ്ടല്ലോ, ഈ ഒരു സെപ്പറേറ്റ് ഒരു പോസ്റ്റ് ആണ് എൻഡോഴ്സർ എന്ന് പറയുന്നത്. അപ്പൊ ആ ഒരു പരസ്യം അംഗീകരിച്ച്, അതായത് കുഴപ്പമൊന്നുമില്ല, സൊസൈറ്റിയെ ബാധിക്കുന്ന തരത്തില് അതിനകത്ത് തെറ്റായിട്ടൊന്നും വിവരിക്കുന്നില്ല എന്നൊക്കെ ഉള്ള കാര്യങ്ങളെല്ലാം ചെക്ക് ചെയ്ത് പുറത്തോട്ട് ഇറക്കുന്ന ആളെയാണ് നമ്മൾ എൻഡോഴ്സർ എന്ന് പറയുന്നത്. എൻഡോഴ്സർ. ഓക്കെ, ഈ എൻഡോഴ്സർക്കെതിരായിട്ട് എന്ത് ചെയ്യാം, CCPIക്ക് നടപടികൾ എടുക്കാനായിട്ട് സാധിക്കും. അപ്പൊ എന്തൊക്കെ നടപടികളാണ് അവർക്കെതിരായിട്ട് എടുക്കാനായിട്ട് സാധിക്കുന്നത്? അതായത് തെറ്റിദ്ധരിപ്പിക്കുന്ന പരസ്യം അംഗീകരിക്കുകയാണെങ്കിൽ 10 ലക്ഷം രൂപ വരെ അവർക്കെതിരായിട്ട്, ഈ അംഗീകരിച്ച ആൾക്കെതിരായിട്ട് എന്ത് ചെയ്യാം, പിഴ ചുമത്താനായിട്ട് സാധിക്കും. 1 വർഷം വരെ ഏതെങ്കിലും ഉൽപ്പന്നത്തിനോ സേവനത്തിനോ അംഗീകാരം നൽകുന്നതിൽ നിന്നും വിലക്കാം. അപ്പം അടുത്തൊരു ശിക്ഷ കൊടുക്കുന്നു, നിങ്ങൾ ഇനി 1 വർഷം വരെ ഈ ഒരു ഒരു പ്രോഡക്റ്റിനോ ഒരു സർവീസിനോ നിങ്ങൾ അംഗീകാരം നൽകേണ്ട കാര്യമില്ല എന്ന് പറഞ്ഞ് 1 വർഷത്തിന് ശേഷം മാത്രമേ നിങ്ങൾക്ക് ഈ ജോലിയിൽ തുടരാൻ സാധിക്കുള്ളൂ എന്ന് പറഞ്ഞ് വിലക്ക് കൊടുക്കാം. അതുപോലെ തന്നെ അവരെന്ത് ചെയ്യാണ്, ഒരു വട്ടം തെറ്റിദ്ധരിപ്പിക്കുന്ന പരസ്യം അംഗീകരിച്ചു, അതിനുശേഷം വീണ്ടും ഈ ശിക്ഷയെല്ലാം അനുഭവിച്ചതിന് ശേഷം അവര് വീണ്ടും ആ ഒരു കുറ്റം ആവർത്തിക്കുകയാണ്. അങ്ങനെയാണെങ്കിലും എന്ത് ചെയ്യാം, കുറ്റം ആവർത്തിക്കുകയാണെങ്കിൽ 50 ലക്ഷം വരെ പിഴയും 3 വർഷം വരെ വിലക്കും ഏർപ്പെടുത്താം. ഇവിടെ തടവ് ശിക്ഷയൊന്നും വരത്തില്ല, 3 വർഷം വരെ വിലക്കും വരാം, 50 ലക്ഷം രൂപ വരെ പിഴയും വരാം. അതാണ് അവർക്ക് കൊടുക്കുന്ന ആ ഒരു ശിക്ഷ എന്ന് പറയുന്നത്. ഇനി മറ്റൊരു ശിക്ഷ നോക്കിക്കേ, മായം കലർന്ന ഉൽപ്പന്നം ഉപയോഗിച്ചത് വഴി ഉപഭോക്താവിന്, ഇപ്പൊ ശ്രദ്ധിച്ചു കേട്ടോണം, ഇവിടെ ശിക്ഷയും പിഴയും എന്നുള്ള ആ ഒരു രീതിയാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഇതെല്ലാം ക്വസ്റ്റ്യൻസ് വന്നിട്ടുള്ളതാണ്. മായം കലർന്ന ഉൽപ്പന്നം ഉപയോഗിച്ചത് വഴി ഉപഭോക്താവിന്, ഇപ്പം നമ്മളൊരു ജ്യൂസ് വാങ്ങിച്ചു, ഈ ജ്യൂസിനകത്ത് എന്തുണ്ട്, മായം ചേർത്തിട്ടുണ്ട്. ഈ ജ്യൂസ് കുടിച്ചത് വഴി ഒരാൾ എന്ത് ചെയ്യുകയാണ്, അയാൾക്ക് എന്തൊക്കെയോ ബുദ്ധിമുട്ടുണ്ടായി, ഹാനി ഉണ്ടായില്ലെങ്കിൽ, എന്തൊക്കെയോ ഒരു മായം കലർന്ന പ്രോഡക്റ്റ് ആണ്, പക്ഷെ അയാൾക്ക് വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടായില്ല, ഹാനിയൊന്നും ഉണ്ടായില്ല. എന്നാൽ പക്ഷെ അതിനകത്ത് എന്ത് കലർന്നിട്ടുണ്ട്, മായം കലർന്നിട്ടുണ്ട്. അപ്പൊ അങ്ങനെ ഉണ്ടെങ്കിൽ ആ ഉപയോഗിച്ച വ്യക്തിക്ക് ഹാനിയൊന്നും ഉണ്ടായിട്ടില്ലെങ്കിൽ പോലും 6 മാസം വരെ തടവും 1 ലക്ഷം രൂപ വരെ പിഴയും ലഭിക്കും ആ പ്രോഡക്റ്റ് ഉണ്ടാക്കിയ ആൾക്കാർക്ക്, ആ ഒരു കമ്പനിക്ക്. ഇനി ഇപ്പൊ ഗുരുതരമല്ലാത്ത ഹാനി ഉണ്ടായി, ചിലപ്പോൾ വയറ്റിളക്കവും കാര്യങ്ങളും ഒക്കെ ആയിരിക്കും ഉണ്ടായത്, ഗുരുതരമായിട്ടൊന്നും ഉണ്ടായില്ല. അപ്പൊ അങ്ങനത്തെ ഒരു പ്രശ്നമാണ് ഉണ്ടായതെങ്കിൽ, ആ മായം കലർന്ന ഉൽപ്പന്നം ഉപയോഗിച്ചത് വഴി അങ്ങനെ ഒരു പ്രശ്നമാണ് ഉണ്ടായതെങ്കിൽ 1 വർഷം വരെ തടവും 3 ലക്ഷം രൂപ വരെ പിഴയും ആയിരിക്കും ലഭിക്കുന്നത്. ഇത് എന്തായാലും പഠിച്ചിരിക്കണം കേട്ടോ, വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇനി ഗുരുതരമായ ഹാനി ഉണ്ടായാൽ, ഇനിയിപ്പോ ആ ഒരു പ്രോഡക്റ്റ് ഉപയോഗിച്ചത് വഴി അയാൾക്ക് എന്തെങ്കിലും ഭയങ്കര അസുഖം ഉണ്ടായി, അങ്ങനെ ഉണ്ടാവുകയാണെങ്കിൽ ആ പ്രോഡക്റ്റിന്റെ ആൾക്കാർക്ക് 7 വർഷം വരെ തടവും 5 ലക്ഷം വരെ പിഴയും ലഭിക്കും. ഇനിയിപ്പോ ആ പ്രോഡക്റ്റ് മായം കലർന്ന ഉൽപ്പന്നം ഉപയോഗിച്ചത് വഴി അയാൾ മരണപ്പെട്ടു പോയി, അങ്ങനെയാണെങ്കിലോ 7 വർഷം വരെ ജീവപര്യന്തവും മിനിമം 10 ലക്ഷം പിഴയും ലഭിക്കും. സെയിം കാര്യം തന്നെയാണ് വ്യാജ ഉൽപ്പന്നം ഉപയോഗിച്ചത് വഴി. വ്യാജ ഉൽപ്പന്നം മീൻസ് ഡ്യൂപ്ലിക്കേറ്റ് സാധനമായിട്ട് എന്തെങ്കിലും ഉപയോഗിക്കുന്നു, അത് ഇറക്കിയ ആൾക്കാർക്കെതിരായിട്ട് എന്ത് ചെയ്യാം, പിഴ ചുമത്താനായിട്ട് സാധിക്കും. അപ്പൊ അതിനുള്ളതാണ് ഗുരുതരമല്ലാത്ത ഹാനി. ആ ഒരു വ്യാജ ഉൽപ്പന്നം ഉപയോഗിച്ചത് വഴി ഗുരുതരമല്ലാത്ത എന്തെങ്കിലും പ്രശ്നം ഉണ്ടായി, അങ്ങനെയാണെങ്കിൽ 1 വർഷം തടവും 3 ലക്ഷം പിഴയും. ഗുരുതരമായ ഹാനി ഉണ്ടായാൽ 7 വർഷം വരെ തടവും 5 ലക്ഷം പിഴയുമാണ്. മരണം സംഭവിച്ചാൽ 7 വർഷം ജീവപര്യന്തം തടവും മിനിമം 10 ലക്ഷം രൂപ പിഴയുമാണ്. ഇനി ന്യായമായ കാരണങ്ങളില്ലാതെ ഡയറക്ടർ ജനറലോ മറ്റേതെങ്കിലും ഉദ്യോഗസ്ഥനോ അനാവശ്യ തിരച്ചിലുകൾ നടത്തുകയോ രേഖകൾ പിടിച്ചെടുക്കുകയോ ചെയ്താൽ, ചിലപ്പോൾ ആരോടെങ്കിലും ഉള്ള വ്യക്തി വൈരാഗ്യം കൊണ്ട് ഈ വ്യക്തികൾ എന്ത് ചെയ്യുന്നു, ഒരാൾക്കെതിരായിട്ട് പോയിട്ട് അന്വേഷണം നടത്തുകയോ രേഖകളൊക്കെ പിടിച്ചെടുക്കുന്നു. അങ്ങനെ ന്യായമല്ല എന്ന് തെളിഞ്ഞു കഴിഞ്ഞാൽ ആ വ്യക്തിക്ക്, അതായത് ഡയറക്ടർ ജനറലിന് 1 വർഷം വരെ തടവും 10,000 രൂപ പിഴയും അല്ലെങ്കിൽ ഇവ രണ്ടും കൂടിയോ ലഭിക്കും. അപ്പൊ ഇത് കുറച്ചൊന്ന് കോംപ്ലിക്കേറ്റഡ് ആണ്. അതായത് ഈ ഒരു പിഴ എന്ന് പഠിക്കാൻ നിങ്ങൾക്ക് കുറച്ച് സമയം എടുക്കും. നിങ്ങൾ അതൊന്ന് എഴുതി പഠിക്കുക കേട്ടോ. നിങ്ങൾ ആ നോട്ട് ഒന്ന് പ്രിപ്പയർ ചെയ്ത് പഠിക്കുക.
എങ്കിൽ മാത്രമേ നമുക്ക് കറക്റ്റ് ആയിട്ട് അത് മനസ്സിലാവത്തുള്ളൂ. വെറുതെ കേട്ടിരുന്നാൽ ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ കൺഫ്യൂഷൻ ആയി പോകും ഈ ഒരു ശിക്ഷയും പിഴയുടെയും കേസിൽ. ബാക്കിയെല്ലാം കുഴപ്പമില്ല, അതെല്ലാം നമുക്ക് നോക്കിപ്പോവാം. ഓക്കെ, അപ്പോ കൺസ്യൂമർ പ്രൊട്ടക്ഷന്റെ രണ്ടാമത്തെ ഭാഗം മനസ്സിലായോ? ക്ലിയർ ആണോ? എന്തെങ്കിലും സംശയമൊക്കെ ഉണ്ടെങ്കിൽ ചോദിച്ചോളൂ കേട്ടോ. നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. ഇനിയും ഒരു 2 ഭാഗങ്ങൾ കൂടിയുണ്ട്, അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം.